ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനങ്ങൾ സാംസ്കാരിക ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമ്പോൾ 2024 പുരസ്കാര പ്രഖ്യാപനം ഒരു ബാലതാരത്തിന്റെ ശക്തമായ വിമർശനങ്ങളിലൂടെ കൗതുകകരമായ ഒരു സംവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. പ്രമുഖ ബാലതാരമായ ദേവനന്ദയാണ് ബാലതാരങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ഇത്തവണ ഒഴിവാക്കിയ ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ നിലപാടിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. മുതിർന്നവരുടെ സിനിമാ ലോകത്ത് കുട്ടികളുടെ അവകാശങ്ങളെയും അവസരങ്ങളെയും നിഷേധിക്കുന്ന സമീപനമാണ് ഈ നടപടിയെ സിനിമാ ലോകം വിലയിരുത്തുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് നേരെ കണ്ണടച്ചോളൂ, പക്ഷേ ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് പറയരുത് എന്ന ശക്തമായ പ്രസ്താവനയോടെയാണ് ദേവനന്ദയുടെ വിമർശനം ആരംഭിക്കുന്നത്. കുട്ടികളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നേരെയാണ് 2024 മലയാള സിനിമ അവാർഡ് പ്രഖ്യാപനത്തിനിടെ ജൂറി കണ്ണടച്ചതെന്ന് ദേവനന്ദ തുറന്നു പറഞ്ഞു. ബാലതാരങ്ങൾക്ക് അവാർഡ് നിഷേധിച്ചുകൊണ്ട് കൂടുതൽ കുട്ടികളുടെ സിനിമകൾ ചെയ്യണമെന്ന് ജൂറി ചെയർമാൻ ഉപദേശിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന വിമർശനമാണ് ദേവനന്ദ ഉന്നയിക്കുന്നത്. അവാർഡ് പ്രഖ്യാപന വേളയിൽ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് നടത്തിയ പ്രതികരണങ്ങളാണ് ഈ വിവാദങ്ങൾക്ക് ആധാരമാകുന്നത്. ഇത്തവണ ബാലതാരങ്ങൾക്കുള്ള പുരസ്കാരത്തിൽ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും സിനിമാ മേഖലയിലുള്ളവർ കുട്ടികളുടെ ചിത്രം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. യുവാക്കളും യുവതികളും മുതിർന്നവരും മാത്രമല്ല സമൂഹത്തിലുള്ളത്, കുട്ടികളും സമൂഹത്തിന്റെ ഭാഗമാണ്. എന്താണ് കുട്ടികൾ ചിന്തിക്കുന്നതെന്നും അവരുടെ ലോകം എന്താണെന്നും കുട്ടികളുടെ സിനിമയിലൂടെ കാണിക്കണം. സിനിമകളിൽ കുട്ടികൾ അഭിനയിച്ചുവെന്ന് കരുതി അത് കുട്ടികളുടെ സിനിമയാകില്ല. കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആ സിനിമയിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. ഒരു സിനിമയും കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ളതായി ഉണ്ടായില്ല എന്നതായിരുന്നു പ്രകാശ് രാജിന്റെ വിശദീകരണം. എന്നാൽ പ്രകാശ് രാജിന്റെ ഈ സിദ്ധാന്തപരമായ സമീപനത്തെ സിനിമാ മേഖലയിലെ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ദേവനന്ദ നേരിടുന്നത്. ഗു, ഫിനിക്സ്, ARM അടക്കമുള്ള അന്താരാഷ്ട്ര സിനിമകളിൽ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ സിനിമകളിലെ അഭിനയ മികവ് പരിഗണിച്ച് അർഹതപ്പെട്ട 2 കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതിരുന്നതുകൊണ്ട് കൂടുതൽ കുട്ടികളുടെ സിനിമ ചെയ്യണമെന്ന് പറയാൻ ശ്രമിക്കുന്നത് നീതീകരിക്കാനാവില്ല. 2 കുട്ടികൾക്ക് അത് നൽകുമായിരുന്നുവെങ്കിൽ അത് ഒരുപാട് കുട്ടികൾക്ക് ഊർജ്ജമായി മാറിയേനെയെന്നും ദേവനന്ദ പറയുന്നുണ്ട്. കുട്ടികൾക്ക് കൂടുതൽ അവസരം കിട്ടണമെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞ ജൂറി ചെയർമാൻ തന്നെ കുട്ടികളുടെ അവകാശങ്ങളെ കാണാതെ പോയതിൽ കടുത്ത അമർഷം അവർ പങ്കുവെക്കുന്നു. അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടല്ല മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്, മാറ്റങ്ങൾക്കൊപ്പം അവകാശങ്ങളും സംരക്ഷിക്കാൻ കഴിയണമെന്ന ദേവനന്ദയുടെ വാക്കുകൾ ഈ വിഷയത്തിന്റെ സാമൂഹികവും ധാർമ്മികവുമായ പ്രസക്തി ഉയർത്തിക്കാട്ടുന്നു. ബാലതാരങ്ങൾ വെറും കാഴ്ചവസ്തുക്കൾ മാത്രമല്ല, അവർക്ക് മികച്ച അഭിനയത്തിനുള്ള അംഗീകാരം ലഭിക്കുന്നത് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന അടുത്ത തലമുറയ്ക്ക് വലിയ പ്രചോദനമാകും. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ മുതിർന്ന താരങ്ങളുടെ അവാർഡുകൾ പലപ്പോഴും രാഷ്ട്രീയവും താരതമ്യവുമായ വിവാദങ്ങളിൽ കുരുങ്ങുമ്പോൾ ബാലതാരങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഒരു നിശബ്ദമായ അവഗണനയായി മാറുന്നു. ഇവിടെ കുട്ടികളുടെ അവാർഡുകൾ ഒഴിവാക്കാനുള്ള ജൂറിയുടെ തീരുമാനം കുട്ടികൾ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന സിനിമകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മാർഗമായി അവർ കണ്ടുവെങ്കിൽ പോലും നിലവിൽ ലഭിച്ച മികച്ച പ്രകടനങ്ങളെ അംഗീകരിക്കാതിരിക്കുന്നതും നീതിയല്ല. പ്രകാശ് രാജിനെ പോലെ സിനിമയുടെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കുട്ടികളുടെ സിനിമകൾ നിർമ്മിക്കാത്തതിന്റെ പേരിൽ മികവ് പ്രകടിപ്പിച്ച ബാലതാരങ്ങൾക്ക് അവാർഡ് നിഷേധിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. യുവതലമുറ സിനിമയെ സമീപിക്കുന്നതിലും അവരുടെ പ്രശ്നങ്ങളെയും ചിന്തകളെയും പ്രതിഫലിപ്പിക്കുന്നതിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുട്ടികളുടെ ലോകം എന്താണ് എന്ന് കാണിക്കാൻ പുതിയ ചലച്ചിത്ര പ്രവർത്തകർ ശ്രമിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാതിരിക്കുന്നത് ആ പ്രവണതയെ നിരുത്സാഹപ്പെടുത്തുന്നതിന് തുല്യമാണ്. അവാർഡുകൾ എന്നത് വെറും അംഗീകാരങ്ങൾക്കപ്പുറം ഒരു കലാകാരന് മുന്നോട്ട് പോകാനുള്ള ഊർജവും അവരുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരവുമാണ്. സ്കൂൾ വിദ്യാഭ്യാസം, മറ്റ് സാമൂഹിക പ്രതിബദ്ധതകൾ എന്നിവയെല്ലാം മാറ്റിവെച്ച് സിനിമയെ സമീപിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പ്രകടനത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരം നിഷേധിക്കപ്പെടുന്നത് തീർച്ചയായും വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത്. ഈ വിഷയം എല്ലാ മാധ്യമങ്ങളും സിനിമാ പ്രവർത്തകരും പൊതുജനങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് ദേവനന്ദ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ചലച്ചിത്ര മേഖലയിലെ മാറ്റങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. സമൂഹത്തിൽ യുവത്വത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാണിക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ലോകവും അവരുടെ കാഴ്ചപ്പാടും സിനിമയിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. എന്നാൽ അതിനുള്ള ഉത്തരവാദിത്തം ബാലതാരങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് അവരുടെ അവാർഡുകൾ നിഷേധിക്കുന്നത് ശരിയായ സമീപനമല്ല. ഈ വിമർശനം ജൂറിയുടെ ശ്രദ്ധയിൽപ്പെടുകയും വരും വർഷങ്ങളിൽ കുട്ടികളുടെ സിനിമകളോടുള്ള സമീപനത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ചലച്ചിത്ര ലോകം പ്രതീക്ഷിക്കുന്നത്.